welcome to my channel. So today we are at the third part of our sixth lesson, that is thermodynamics. First part we have discussed about the important concept or the basic terms in thermodynamics, and in the second part we have discussed internal energy, and along with that first law of thermodynamics we have derived. And today we are going to discuss another new concept, very important concept. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് 2 മാർക്കിന് ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം, പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. And those who are preparing for entrance exam, it's a very important area because ഇവിടെ വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ ചോദിക്കാം. പക്ഷേ ഈ ക്ലാസ് നന്നായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ സിമ്പിൾ ആയിരിക്കും. പിന്നെ ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടി, അതാണ് ഈ ടെക്സ്റ്റിലെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ പിന്നെ എങ്ങനെ ഞാൻ പഠിച്ചെടുക്കും എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് സോ സിമ്പിൾ. ഈ ക്ലാസ് ഈ ഒരു ഏരിയ നിങ്ങളിത് മാത്രം കേട്ടാൽ മതി കേട്ടോ, കൂടുതലൊന്നും പഠിക്കേണ്ടതാ. ഇതാണ് ആ ഏരിയ. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ആകെ കൺഫ്യൂസ്ഡോ, എന്തൊക്കെ ഉണ്ടല്ലേ പഠിക്കാനുള്ള ഒന്നുമില്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ വർക്കാണ്. എന്തിലെ വർക്കാണ്? ഗ്യാസസിൻ്റെ കേസിലുള്ള വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളൊരു കണ്ടെയ്നർ ലിക്വിഡ് എടുക്കാം, സോളിഡ് എടുക്കാം, ഗ്യാസ് എടുക്കാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക്, അതായത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഗ്യാസസിൽ നടക്കുന്ന വർക്കാണ്. അതിന് പറയുന്ന വർക്കാണ് പ്രഷർ വോളിയം വർക്ക്. മെക്കാനിക്കൽ വർക്ക് ഇൻ കേസ് ഓഫ് ഗ്യാസസ് വി കോൾ ഇറ്റ് ആസ് പ്രഷർ വോളിയം വർക്ക്. എന്താണ്? ദ മെക്കാനിക്കൽ വർക്ക് ഇൻ കേസ് ഓഫ് ഗ്യാസസിൽ നമ്മൾ എന്ത് പറയും? പ്രഷർ വോളിയം വർക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ഈ പ്രഷർ വോളിയം വർക്ക് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ. പ്രഷർ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വർക്കാണ്. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ വെൻ ദി ഗ്യാസ് എക്സ്പാൻഡ്സ് ഓർ കൺട്രാക്ട്. എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യാം എഗെയിൻസ്റ്റ് ആൻ എക്സ്റ്റേണൽ പ്രഷർ. അതായത് ഒരു ഗ്യാസ്, അതായത് ഗ്യാസ് ആവട്ടെ, ദ ഗ്യാസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യാം, കൺട്രാക്ട് ചെയ്യാം. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്? എക്സ്റ്റേണൽ പ്രഷറിനനുസരിച്ചിട്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രഷർ വോളിയം വർക്ക്. അപ്പോൾ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വർക്കിൻ്റെ ഫോർമുലാസ് ഫോർ ഗ്യാസസിൻ്റെ കേസസിൽ റിവേഴ്സിബിൾ പ്രോസസ്സിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സിലെയും ഡിറൈവ് ചെയ്യാനുണ്ട്. അതോടൊപ്പം നമ്മൾ പഠിച്ച ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഈ കേസസ് അപ്ലൈ ചെയ്തിട്ട് അതിൽ വരുന്ന ചേഞ്ചസ്, ഈ ഓരോ ഫോർമുലാസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ ദി വർക്ക് ഡൺ ഇൻ എ ഗ്യാസ്. അല്ലേ, ഗ്യാസിൽ നടക്കുന്നൊരു വർക്കിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോവാം. ഹിയർ ഐ ഹാവ് ടേക്കൺ എ സിലിണ്ടർ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വരയ്ക്കുന്ന കാര്യത്തിൽ വളരെ വീക്കാണ്. സോ ഇതൊരു സിലിണ്ടറാണ്. ദിസ് സിലിണ്ടർ ഇസ് ഹാവിങ് എ പിസ്റ്റൺ. ഒരു പിസ്റ്റൺ ഉണ്ട്. നമ്മളെ സിറിഞ്ചിലൊക്കെ ഉള്ള പോലത്തെ ബാക്കിൽ ഇങ്ങനെ ആക്കുന്ന സ്ഥലം നമ്മൾ ഈ ഇഞ്ചക്ഷനൊക്കെ വയ്ക്കാൻ ബാക്കിൽ ഇങ്ങനെ വെക്കില്ല, ദാറ്റ് ഇസ് കോൾഡ് ആസ് പിസ്റ്റൺ. അപ്പം ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ള. ഇത് സിറിഞ്ച് അല്ലേ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ ഉണ്ട്. അത് അപ്പോൾ നമുക്കറിയാം എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസസ് ഉണ്ടാവും അല്ലേ, ഗ്യാസ് അവൈലബിൾ ആണ്, നമുക്കത് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ലെറ്റ് ദ വോളിയം. അപ്പോൾ ഇപ്പോൾ പിസ്റ്റണിൽ ഒന്നും ചെയ്തിട്ടില്ല, പിസ്റ്റൺ ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ലെറ്റ് ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻസൈഡ് ദി സിലിണ്ടർ has given us VI എന്നാണ് നമ്മൾ, അതായത് ഇനീഷ്യൽ വോളിയം ഓഫ് ദി ഗ്യാസ്. ദാറ്റ് ഇസ് ദി VI ഇസ് ദി ഇനീഷ്യൽ വോളിയം ഓഫ് ദി ഗ്യാസ്. VI എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം ഓഫ് ദി ഗ്യാസ് ആണ്. വോളിയം ഓഫ് ദി ഗ്യാസ് ഓരോന്നിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിറൈവ് ചെയ്ത് സിമ്പിളാണ്. നൗ ഐ എം ഗിവിങ് ആൻ എക്സ്റ്റേണൽ പ്രഷർ. ഞാൻ പിസ്റ്റണിൻ്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ പ്രഷർ. സോ ഐ ഹാവ് ഗിവൺ ദ ടേം P external. നൗ ഐ ആം ആൻഡ് ദിസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ ഒരു ഏരിയ ഓഫ്, അതായത് ഈ പിസ്റ്റണിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ ലെറ്റർ A. നൗ ഐ ഹാവ് മൂവിങ് ദ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് L എത്തിയപ്പോൾ ദ ഇന്റേണൽ പ്രഷർ വിൽ ബി ഈക്വൽ ടു ദി എക്സ്റ്റേണൽ പ്രഷർ. ഇന്റേണൽ പ്രഷറും എക്സ്റ്റേണൽ പ്രഷറും ഈക്വൽ ആണ സമയത്ത് എന്താവില്ല? പിസ്റ്റൺ അങ്ങ് മൂവ് ചെയ്യത്തില്ല. നമുക്കറിയാം ഒരു സിറിഞ്ചിനെ നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒരു സിറിഞ്ചിൻ്റെ പിസ്റ്റൺ അങ്ങോട്ട് മൂവ് ചെയ്യില്ല. അതേപോലെ തന്നെ സിലിണ്ടർ ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടറാണ്. ഞാനിങ്ങനെ പിസ്റ്റൺ ഇങ്ങനെ വെച്ച് അമർത്തി ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞപ്പം it was found that the volume, അതായത് വോളിയം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. So that volume I have given as VF. VF is the final volume. അതായത് ഇപ്പം ഞാൻ പിസ്റ്റൺ പ്രസ് ചെയ്തിട്ടുള്ള ഫൈനൽ വോളിയം ഓഫ് ഗ്യാസ് ആണ്. A is the area of cross section of that piston. പിസ്റ്റണിൻ്റെ ഏരിയ ആണ് നമ്മൾ പറയുന്നത്. L is the distance. എത്ര ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദാറ്റ് പിസ്റ്റൺ, അതാണ് L എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ പ്രഷറാണ് P external. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം
നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയം എങ്ങനെയാണ് കിട്ടുക? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഡെൽറ്റ വി നമുക്കറിയാം എന്താണ്? വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. ഈ വോളിയം ഏരിയയും തമ്മിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിലേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്. അത് ഞാനിവിടെ അപ്ലൈ ചെയ്യുക. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എ ആണ്. എൽ ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ പിസ്റ്റൺ. അത് ഞാൻ വെറുതെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ചേഞ്ച് ഇൻ വോളിയത്തിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഞാനിനി ഇവിടെ നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒരു ഏരിയ, അതായത് നമുക്ക് ഏരിയ കയ്യിലുണ്ട്. അപ്പം ഞാനിവിടെ ഫോഴ്സിനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ അറിയാം. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? പ്രഷർ ഇസ് ഈക്വൽ ടു, ഇതൊക്കെ ഫിസിക്സിൽ പഠിച്ചതാ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലേ? പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഇവിടെയുള്ള പ്രഷർ എന്താ? എക്സ്റ്റേണൽ പ്രഷർ. ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ദിസ് ഗ്യാസ് ഇസ് ഹാവിങ് ആൻ ഇനീഷ്യൽ പ്രഷർ ഓഫ് പി ഉണ്ട്. പി ആണ് ഇതിൻ്റെ ഇനീഷ്യൽ പ്രഷർ കേട്ടോ. ജസ്റ്റ് ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം പി എക്സ്റ്റേണൽ കൊടുത്താൽ ഇറ്റ്സ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എനിക്കിവിടെ നിന്ന് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വേണം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു ഏരിയ. പി എക്സ്റ്റേണൽ ഇൻറ്റു എ. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യം. ഇനി എൻ്റെ ഉദ്ദേശം എന്താ? ഐ ഹാവ് ടു ഡിറൈവ് ദൻ ഇക്വേഷൻ ഫോർ വർക്ക്. വർക്കും ഫോഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള, നിങ്ങൾ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് നിങ്ങൾക്കറിയാം, വെക്റ്റർ ക്വാണ്ടിറ്റി സ്കെയിലർ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഫിസിക്സിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സോ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പം ഫോഴ്സിന് എൻ്റെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? പി എക്സ്റ്റേണൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് താഴെയാണ് ഇതുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ പിൻ്റെ താഴെ, ഇൻറ്റു എ ഇൻറ്റു എൽ. ഇനി ഈ എയും എല്ലും ഞാൻ ഇവിടെ എന്തോ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ഡെൽറ്റ വി. അപ്പം ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഇതുവരെ കിട്ടിയല്ലോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് തരൂ കേട്ടോ. ബാക്കി ഞാൻ ഈ ബോർഡ് റബ്ബ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു, അതായത് വർക്ക് ഡൺ is equal to P external into delta V. Delta V എന്നുള്ളത് ഇങ്ങനെ എഴുതിക്കൂടെ? P external into V final minus V initial. Work done. Okay? ഈ ഒരു പ്രോസസ്സ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്താണ്? ദ മൂവ്മെൻറ്റ് ഓഫ് പിസ്റ്റൺ, ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. അതായത് ഇൻഫിനിറ്റ്ലി സ്മോൾ ടൈമിലാണ്, പെട്ടെന്നാണ് ഇത് നടക്കുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സ് നമുക്കറിയാം. എന്ത് പ്രോസസ്സാണ് നമ്മൾ പറയുക? ഇറിവേഴ്സിബിൾ പ്രോസസ്സ് അല്ലേ? പെട്ടെന്ന് നടക്കുന്ന, ഒറ്റ സ്റ്റേജിൽ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഇറിവേഴ്സിബിൾ. റിവേഴ്സിബിൾ അല്ല. പതിയെ നടക്കുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും? റിവേഴ്സിബിൾ എന്ന് പറയും. അത് ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ യു ജസ്റ്റ് കൺസിഡർ ദാറ്റ് ദ പ്രോസസ് ഓഫ്, അതായത് നമ്മൾ നടത്തുന്ന പ്രോസസ്സ് ഇൻഫിനിറ്റ്ലി സ്മോൾ, ഇത് പെട്ടെന്ന് തന്നെ വൺ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സ് ആണെങ്കിൽ then this process will be a irreversible process. അപ്പം W is equal to P external into VF minus VI. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സിൽ ലെൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സൈൻ കൺവെൻഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതേപോലെ തെർമോഡൈനാമിക്സിലും ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്. മീൻസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇഫ്, ഇത് നല്ലോണം ശ്രദ്ധിക്കണം. വർക്ക്, if the work is done by the system, then W should be negative. വർക്ക് സിസ്റ്റമാണ് ചെയ്യുന്നതെങ്കിൽ W നെഗറ്റീവ് ആയിരിക്കണം. ഇഫ് വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കണം? W പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവും, വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ അത് പോസിറ്റീവും ആയിരിക്കണം W. അപ്പം നമ്മളിപ്പോൾ ഒരു ഡബ്ല്യൂക്ക് ഒരു എന്തുണ്ടാക്കി വെച്ചൊരു ഇക്വേഷൻ ഉണ്ട്. W ഇസ് ഈക്വൽ ടു P എക്സ്റ്റേണൽ ഇൻറ്റു VF മൈനസ് VI. അപ്പോൾ ഒന്ന് നോക്കൂ, ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്തത്? ഞാൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ മുകളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ W പോസിറ്റീവ് ആവണമല്ലോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ W പോസിറ്റീവ് ആവും. ഒന്ന് നോക്കൂ. ഇനീഷ്യൽ വോളിയം ഉണ്ട്, ഫൈനൽ വോളിയം ഉണ്ട്. ഇത് ഞാൻ ബേസ് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ടെക്സ്റ്റ് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് VF മൈനസ് P എക്സ്റ്റേണൽ ഇൻറ്റു VF മൈനസ് VI കാണാം. അതെങ്ങനെ നെഗറ്റീവ് വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ VI ഉണ്ട്, VF ഉണ്ട്.
ഞാൻ സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ ഏത് വോളിയമാണ് കൂടുതലുണ്ടാവുക? വെറുതെ ഇരിക്കുമ്പോൾ ഗ്യാസ് നല്ല വോളിയത്തിലേക്ക്, ഞാൻ പ്രഷർ കൊടുക്കുമ്പം വോളിയം കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? വി ഫൈനൽ കുറയും അല്ലേ? വി ഫൈനൽ ആയിരിക്കും വി ഇനീഷ്യലിനെക്കാട്ടും കുറവ്. അപ്പം ഇപ്പം വിചാരിക്കുക 10 വോളിയം ആയിരുന്നു ഇനീഷ്യലി ഉള്ളത്, ഞാൻ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ 5 ആവും. അപ്പോൾ 5 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എന്താ? -5 ആണ്. അപ്പോൾ എന്താവും? ഡബ്ല്യുക്ക് ഞാനിപ്പം കൊടുത്തു കഴിഞ്ഞാൽ പി എക്സ്റ്റേണൽ ഇൻറ്റു 5 മൈനസ് 10. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? -5 എക്സ്റ്റേണൽ പ്രഷർ. ഞാൻ എന്ത് പറഞ്ഞു? വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യു പോസിറ്റീവ് ആവണം, ഡബ്ല്യു പോസിറ്റീവ് ആവണം. പക്ഷേ ഇങ്ങനെ ഇക്വേഷൻ കൊടുത്ത ഡബ്ല്യു പോസിറ്റീവ് ആവോ? ഇല്ല. എന്തായിപ്പോൾ? ഡബ്ല്യു നെഗറ്റീവ് ആയിപ്പോൾ. അപ്പം നമ്മുടെ സൈൻ കൺവെൻഷൻ പ്രകാരം വി ഷുഡ് ഹാവ് ഡബ്ല്യു പോസിറ്റീവ് ഇഫ് ദ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? We will give a minus sign for this. So the equation, the work done for an irreversible process is given by minus P external into Vf minus Vi, or minus P external into delta V. ഇപ്പം മനസ്സിലായോ എങ്ങനെയാണ്? ഇതാണ് ഇറിവേഴ്സിബിൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം, minus P external into delta V. Why we are giving for minus for this equation? This is on the basis of the sign convention, that is work is done by the system, then W is negative, work is done on the system, W is positive. ഇനി ഇപ്പം നോക്കൂ, ഈ ഇക്വേഷനിൽ ഇനീഷ്യൽ വോളിയം, അതായത് ഇപ്പം നമ്മൾ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ഇനീഷ്യൽ വോളിയം 10ഉം ഞാനിങ്ങനെ പിസ്റ്റൺ അമർത്തി കഴിഞ്ഞാൽ ഫൈനൽ വോളിയം 5ഉം ആണ്. ഇനി ഒന്ന് നോക്കിയേ, minus P external into 5 minus 10, that is equal to minus P external into minus 5 is equal to P external. ഇപ്പോൾ W എന്താ? Positive value of W means that the work is done on the system. സിസ്റ്റത്തിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡബ്ല്യുക്ക് പോസിറ്റീവ് ആണെന്നെങ്കിൽ എന്ത് മനസ്സിലാക്കണം? വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പം ഇതാണ് നമുക്ക് ഇതിന് ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു ചെറിയ മാറ്റം കൂടെ ഞാൻ പറയും ഈ ഫോർമുലയിൽ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുക? വി ഹാവ് ടു ഡ്രോ എ സിലിണ്ടർ, കൺസിഡർ ദർ ഇസ് എ പിസ്റ്റൺ, വി ഐ ഇസ് ദ ഇനീഷ്യൽ വോളിയം, വി എഫ് ഇസ് ദ ഫൈനൽ വോളിയം, എ ഇസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ, എൽ ഇസ് ദ ലെങ്ത് മൂവ്ഡ് ബൈ ദ പിസ്റ്റൺ, ദെൻ വി നോ ദാറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലൊരു കാര്യം വെച്ചാൽ മതി, ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഏതിൻ്റെയൊക്കെ ഫോർമുല വേണം? ഫോഴ്സിൻ്റെ. അപ്പോൾ ഫോഴ്സ് നമുക്കറിയാം പ്രഷർ, അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ കൊടുത്തു. എ ഇൻറ്റു എർത്ത്, ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് വോളിയമാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു വി എഫ് മൈനസ് വി ഐ. ഇനി നമ്മൾ എഴുതേണ്ട പോയിന്റ്, ഇഫ് ദ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം ദെൻ ഡബ്ല്യു ഷുഡ് ബി പോസിറ്റീവ്, ആൻഡ് വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം ഡബ്ല്യു ഷുഡ് ബി നെഗറ്റീവ്, ഓൺ ദ സിസ്റ്റം ഡബ്ല്യു ഷുഡ് ബി പോസിറ്റീവ്. ഇൻ ഓർഡർ ടു മേക്ക് ദിസ് വി ആർ ഗിവിംഗ് എ നെഗറ്റീവ് സൈൻ, ദ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു വി എഫ് മൈനസ് വി ഐ. ഇത്രയും എഴുതിയാൽ നമ്മൾ വർക്ക് ഡൺ ചെയ്തു. So we have derived an equation for work done for a process which is taking place in a single step. അതായത് ഒറ്റ സ്റ്റെപ്പിൽ ഒരു ഫൈനൈറ്റ് ടൈം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സിനുള്ള വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന്. നൗ വി വിൽ ചേഞ്ച് ദ കണ്ടീഷൻ ദാറ്റ് നമ്മൾ ഇവിടെ പ്രഷർ കണ്ടിന്യൂസ് ആയിട്ടില്ല, പ്രഷർ, അതായത് ഓരോ സ്റ്റേജിലും പ്രഷർ ഈസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. അതായത് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രഷർ വിൽ ബി ദേ കമ്പയർഡ് ടു ദി ഇൻറ്റേർണൽ, അതായത് ഗ്യാസിലുള്ള പ്രഷറിനെ നോക്കുമ്പം എക്സ്റ്റേർണൽ പ്രഷർ ഓരോ സ്റ്റേജിലും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പം ഓരോ സ്റ്റേജിലും നമ്മളിങ്ങനെ പ്രഷർ ചേഞ്ച് ചെയ്യുമ്പം അവിടെ എന്തുണ്ടാവും? വോളിയത്തിലും ഓരോ സ്റ്റേജിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? റിവേഴ്സിബിൾ പ്രോസസ്. അതായത് നേരത്തെ പ്രോസസ്സ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? എക്സ്റ്റേർണൽ പ്രഷർ ഇസ് ഗിവൺ ടു എ സിസ്റ്റം ആൻഡ് ഇറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. അതായത് അവിടെ വളരെ ചെറിയ സമയത്തിൻ്റെ വ്യത്യാസത്തിൽ ആ പ്രോസസ്സ് നടക്കുക. നൗ ദിസ് കേസ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പറയുക, ദ പ്രഷർ ഇസ് ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി. പ്രഷർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുക, അതായത് ദ ഇൻറ്റേർണൽ പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പം ഓരോ സ്റ്റേജിലും പ്രഷറിൽ ചേഞ്ച് വരിക. എ സ്മോൾ ചേഞ്ച് ഇൻ ദ പ്രഷർ ഇസ് ഡി പി. പ്രഷറിൽ ചേഞ്ച് വരുമ്പം ഇൻഫിനിറ്റ്സ്ലി സ്മോൾ ചേഞ്ച് ഇൻ ദ വോളിയം വിൽ ബി ദെയർ അറ്റ് ഈച്ച് സ്റ്റേജ്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഓരോ തവണ എന്താണ് വർക്ക് ഡൺ ഇൻ ഈ സെക്കൻഡിൽ P1 V1, അടുത്ത സ്റ്റേജിൽ P2 V2, അങ്ങനെ ഇങ്ങനെ സമ്മപ്പ് ചെയ്ത് പോകണം.
അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? റിവേഴ്സിബിൾ പ്രോസസ്സ്. അങ്ങനെ വരുന്ന പ്രോസസ്സിൽ ദ വർക്ക് ഡൺ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു, നമുക്കറിയാം വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്, minus P external into dV. For a small change in the pressure, that is if a small change in the pressure at each stage is dP, then there will be a change in the volume by a small amount dV. Then the work done for such process is given by the equation W is equal to integral V1 to V2 minus P external. ഈ മൈനസ് മറക്കരുത്, P external into dV. അപ്പോൾ ഇതാണ് ഇറിവേഴ്സിബിളിന്, ഇത് റിവേഴ്സിബിളിൻ്റെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ എന്താ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി വർക്ക് ഡൺ ഇൻ an ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് an ഐഡിയൽ ഗ്യാസ്. അവിടെ നടക്കുന്ന വർക്ക് ഡണ്ണിൻ്റെ ഫോർമുലയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഇൻഫിനിറ്റ്സ്മിലി സ്മോൾ ചേഞ്ച് ഇൻ പ്രഷർ, ഇൻഫിനിറ്റ്സ്മിലി സ്മോൾ ചേഞ്ച് ഇൻ വോളിയം. സോ ദ ഇക്വേഷൻ വിൽ ബി W is equal to V1 to V2 minus P external ഞാൻ കൊടുത്തിട്ടില്ല, PdV. നമുക്കറിയാം ഫോർ എൻ ഐഡിയൽ ഗ്യാസ് പി വി ഈസ് ഈക്വൽ ടു NRT. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ എടുക്കട്ടെ ഈ ലെസൺ കഴിഞ്ഞിട്ട്. സോ പി വി ഈസ് ഈക്വൽ ടു NRT. ഇവിടുന്ന് പ്രഷർ ഒന്ന് ഇക്വേഷൻ ഡിറൈവ് ചെയ്തേ, P ഈസ് ഈക്വൽ ടു NRT ബൈ വി. ഇത് ഇവിടെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ പ്രഷറിൻ്റെ കേസിൽ. അപ്പോൾ W ഈസ് ഈക്വൽ ടു മൈനസ് V1 ടു V2, പിക്ക് പകരം എന്താ NRT ബൈ വി ഡി വി. ഓക്കെ, ഇനി N ഇതിലെ കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് മോൾസ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്യാസ് ഏതാണോ അതിൻ്റെ N കോൺസ്റ്റൻ്റ് ആയിരിക്കും, R കോൺസ്റ്റൻ്റ് ആയിരിക്കും, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് NRTനെ നമുക്ക് ഇതിൽ നിന്ന് ഈ ഇൻ്റഗ്രൽ നിന്ന് പുറത്തെടുത്തിട്ട് V1 ടു V2 dV ബൈ വി എന്ന് കൊടുക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ ഓഫ് 1 by x dx എത്രയാ? ln x. ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ച, അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. സോ W is equal to മൈനസ് NRT ബ്രാക്കറ്റ് ഇട്ടു ln V1ഉം V2 ഉണ്ട്, ഇനീഷ്യൽ ഫൈനൽ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? മൈനസ് NRT ln V2 മൈനസ് ln V1 അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ദ ലോവർ ലിമിറ്റ്, ഇതും ചെയ്തു വെച്ചു. ഇനി നമുക്കറിയാം നാച്ചുറൽ ലോഗരിതം ഉണ്ട്, ബേസ് 10 ലോഗരിതം ഉണ്ട്. ഈ ബേസ് 10 ലോഗരിതം നാച്ചുറൽ ലോഗരിതം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ln അതായത് നാച്ചുറൽ ലോഗരിതം ഇസ് ഈക്വൽ ടു 2.303 ഇൻറ്റു ബേസ് 10 ലോഗരിതം. ഇതാണ് നാച്ചുറൽ ലോഗരിതവും ബേസ് 10 ലോഗരിതം. അതായത് നാച്ചുറൽ ലോഗരിതം ബേസ് 10ഉമായിട്ട് എന്താണ്? നാച്ചുറൽ ലോഗരിതം ഇസ് ഈക്വൽ ടു 2.303 ഇൻറ്റു ബേസ് 10 ലോഗരിതം. അപ്പോൾ എവിടെ നാച്ചുറൽ ലോഗരിതം ഉണ്ടോ അതിനെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ln ഇസ് ഈക്വൽ ടു 2.303 ഇൻറ്റു ബേസ് 10 ലോഗരിതം എഴുതിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? ഇനി ഒരു കാര്യം കൂടെ മറന്നു, ln A മൈനസ് ln B എന്താ? ലോഗരിതം ഓഫ് A മൈനസ് ലോഗരിതം ഓഫ് B എന്താ? log ഓഫ് A ബൈ ബി. അപ്പോൾ തന്നെയാണ് ബേസ് 10 നാച്ചുറൽ ലോഗരിതം. ln A മൈനസ് ln B എന്ന് പറഞ്ഞാൽ ln A ബൈ ബി. ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതമാണ്. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെ എഴുതും? NRT ln V2 ബൈ V1. ഇതുവരെ കിട്ടിയോ? ഇനി ഞാൻ എന്താ പറഞ്ഞേ? നാച്ചുറൽ ലോഗരിതത്തിന് എനിക്ക് ബേസ് 10 ലോഗരിതം ആക്കണം. എന്ത് ചെയ്യും? 2.303 ഇൻറ്റു ലോഗ് ആണ്, ഈക്വൽ ടു ഇൻറ്റു 2.303 ലോഗ് V2 ബൈ V1. ഇവിടെ ഞാൻ ഒരാളെ മറന്നിട്ടുണ്ട്, മൈനസ് മറക്കരുത്. ഇനി ഇതിനൊന്ന് വൃത്തിക്ക് എഴുതുകയാണ്, ദാറ്റ് ഇസ് മൈനസ് 2.303 NRT log V2 by V1. This is the work done for an ideal gas which is undergoing an isothermal reversible expansion. ഇനി വോളിയം എനിക്ക് ഇതേ ഇക്വേഷൻ പ്രഷറിൻ്റെ ടേംസിൽ എഴുതാം. കാരണം പ്രോബ്ലം വരുമ്പോൾ ചിലപ്പോൾ വോളിയത്തിലാവും, ചിലപ്പോൾ പ്രഷറിൽ ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. അപ്പോൾ എനിക്കറിയാം P1 V1 is equal to P2 V2. നമ്മുടെ ബോയിൽസ് ലോയിൽ P1 V1 is equal to P2 V2. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ എഴുതും W. ഇപ്പം ഇതിൽ തന്നെ V2 V1 ഞാൻ പ്രഷറിൻ്റെ ടേമിൽ എഴുതാം. V2 എങ്ങനെയാണ് V1 ആക്കുക? V2 ബൈ V1 ആക്കുക. ഈ V1നെ ഇവിടേക്ക് എടുക്കുക, അപ്പോൾ ഈ P2നെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്താവും? V2 ബൈ V1 is equal to P1 ബൈ P2.
അപ്പം ഇനി എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഇക്വേഷൻ ഒന്ന് മാറ്റിയിട്ട്. ഇതിങ്ങനെ നോക്കിയിരുന്ന കാര്യം മനസ്സിലാവില്ല കേട്ടോ. ഇതൊന്ന് കോപ്പി ഡൗൺ ചെയ്തു നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത്. ഇത് വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാം. ബേസിക് മാത്സ് അറിയുന്ന ആർക്കും എഴുതാം. 2.303. ഇനി ബേസിക് മാത്സ് അറിഞ്ഞില്ലെങ്കിൽ ഇത് അത്യാവശ്യം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി. ബേസ് 10 ലോഗരിതം എങ്ങനെ നാച്ചുറൽ ലോഗരിതം ആക്കാം, പിന്നെ എങ്ങനെയാണ് log a/b അത് അറിഞ്ഞാൽ മതി. NRT log P1/P2. ഇപ്പം എത്രയൊക്കെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി? ഏതൊക്കെ ഇക്വേഷൻ കിട്ടി? വർക്ക് ഡൺ ഫോർ ആൻ റിവേഴ്സിബിൾ പ്രോസസ്. ആദ്യം നമുക്ക് വർക്ക് ഡൺ ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് W - P external into dV കിട്ടി. പിന്നെ വർക്ക് ഡൺ ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്, അതായത് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസും കിട്ടി. ഇത്രയും കാര്യം കിട്ടിയോ? ക്ലിയർ ആയോ എങ്ങനെയാണെന്ന് വന്നത്? നമ്മൾ ആദ്യം റിവേഴ്സിബിളിൻ്റെ ഇക്വേഷൻ എടുത്തു. അതിൽ നമ്മൾ പിക്ക് വാല്യൂ മീൻസ് പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഇൻ്റഗ്രേഷൻ ചെയ്തു. ഇൻ്റഗ്രേഷൻ നാച്ചുറൽ ലോഗരിതത്തിൽ കിട്ടി. പിന്നെ ln v2 - v1 ആയി. അത് നമ്മൾ log ln a - b എന്ന് പറഞ്ഞാൽ log a/b ആക്കി എഴുതി. അതിനെ നമ്മൾ നാച്ചുറൽ ലോഗരിതം ആക്കി വോളിയത്തിൻ്റെ പ്രഷറിൻ്റെ ടേംസിലും എഴുതി. സിമ്പിളായിട്ട് കിട്ടി. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊക്കെ ഇക്വേഷൻസ് കിട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇപ്പോൾ? അതായത് നമ്മൾ റിവേഴ്സിബിൾ കണ്ടുപിടിച്ചു, ഇറിവേഴ്സിബിൾ കണ്ടുപിടിച്ചു, അതേപോലെ റിവേഴ്സിബിൾ വർക്ക് ഡൺ ഫോർ ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ്റെ ഇൻ ടേംസ് ഓഫ് വോള്യൂം, ഇൻ ടേംസ് ഓഫ് പ്രഷറും കണ്ടുപിടിച്ചു. സോ W - P external into delta V, or W reversible is equal to minus integral V1 to V2 P into dV. ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഫ്രീ എക്സ്പാൻഷൻ. വാട്ട് ഈസ് meant by free expansion of gas? The expansion of gas when there is no external pressure, then that expansion is known as free expansion. Free ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക. What is meant by free expansion? Free expansion is the process in which there is no external pressure is applied. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഫോർ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താ ഞാൻ പറഞ്ഞു? ദർ ഇസ് നോ എക്സ്റ്റേണൽ പ്രഷർ. അപ്പം W ഇത് ഇറിവേഴ്സിബിൾ, P എക്സ്റ്റേണൽ തന്നെ, നോ എക്സ്റ്റേണൽ പ്രഷർ പറയുമ്പോൾ 0 into delta V is equal to 0. ഇനി ഇതെന്താ? V1 to V2 minus P delta V. എന്താ പറഞ്ഞത്? നോ എക്സ്റ്റേണൽ പ്രഷർ. അപ്പോൾ വീണ്ടും ഇതെന്താ? 0 into dV. അപ്പോൾ ഇതെന്താ? 0. So work done for a reversible and irreversible process for a free expansion is 0. There is no work done. എന്തുകൊണ്ടാ? Question. Why work done for a reversible and a irreversible process for a free expansion is 0? എഴുതാം. Work done is equal to P external into delta V. For what is meant by free expansion of gases? Free expansion of a gas means the expansion of gas when there is no external pressure. So P external is equal to 0. Substituting, we get W irreversible is equal to 0, and the work done for reversible process is also 0. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് കേസസ് നമുക്ക് പറയാനുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഇത് പറയുന്നുണ്ട്, ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ അതിൽ കുറച്ച് കേസസ് പറഞ്ഞു. ഈ കേസ് എന്തിനാണ് പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ പ്രോബ്ലം 1-2 പറഞ്ഞും കൂടെ തരാം കേട്ടോ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേസ്. അതിനെ നമ്മൾ ആരെയെ കൺസിഡർ ചെയ്യുന്നറിയോ? നമ്മൾ ആദ്യം പഠിച്ച നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇല്ലേ, അത് വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് കേസസ് പറയുന്നുണ്ട്. അത് അപ്പം ഞാൻ പറയേണ്ടതായിരുന്നു ആ ഫസ്റ്റ് ലോ എടുത്തപ്പം, പക്ഷേ ഇതും കൂടെ റിലേറ്റ് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആയിരുന്നു ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q + W. ഇനി നമ്മൾ അതിൽ നടക്കുന്ന ഓരോ കേസസിൻ്റെയും അത് എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ വരുന്ന ചേഞ്ച്, ഇതിലെ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കാം. കേസ് 1. If the work done is expansion of gases, ഇവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് ആണെങ്കിൽ നമുക്കറിയാം എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസിന് ഇപ്പം നമ്മൾ പഠിച്ചു W is equal to -P delta V. അപ്പോൾ എന്താവും? ഡെൽറ്റ U is equal to Q - P delta V. കണ്ടോ? ഈ ഇക്വേഷൻ ചേഞ്ച് ചെയ്തു. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു Q - P delta V. അതായത് ഇഫ് ദ വർക്ക് ഡൺ ഈസ് എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് ആണെങ്കിൽ Wക്ക് പകരം നമ്മൾ P delta V എന്ന് കൊടുക്കും, Q - P delta V. ഇനി ഐഡിയൽ ഗ്യാസ് അണ്ടർഗോയിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇനി ഇതേ കേസിൽ നമ്മൾ പറയുകയാണ് എന്താണ്? Q + W ഡെൽറ്റയിൽ, അതായത് ഐഡിയൽ ഗ്യാസ് അണ്ടർഗോയിങ് ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്.
എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇൻറ്റേർണൽ എനർജി. ഇഫ് ടെമ്പറേച്ചർ ഇസ് 0 മീൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 0, നോ ചേഞ്ച് അല്ലേ. ഇനീഷ്യലും ഫൈനലും സെയിം ആയിരിക്കും. അങ്ങനത്തെ കേസിൽ ഇൻറ്റേർണൽ എനർജിയും എന്തായിരിക്കും? Delta U is equal to 0. Internal energy is a function of temperature as the isothermal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഡെൽറ്റ ടി 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു എന്തായിരിക്കും? 0. അപ്പോൾ ഡെൽറ്റ യു 0 ഇട്ട് കഴിഞ്ഞാൽ എന്താ? 0 is equal to Q plus W or Q is equal to minus W. Q is equal to minus W. Q എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ഹീറ്റ് അല്ലേ. That is the change in heat is equal to minus W എന്ന് പറഞ്ഞാൽ മൈനസ് W എന്ന് പറഞ്ഞാൽ എന്താ? The work is done by the system. So the amount of heat absorbed by the system is used or the system is doing a work by absorbing the heat. ഹീറ്റിലുള്ള ചേഞ്ച് വെച്ചിട്ട് സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. Q is equal to minus W എന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം the work is done by the system. In case 3, when system consists of solid and liquid, സിസ്റ്റത്തിൽ സോളിഡും ലിക്വിഡും ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം വിൽ ബി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ വി 0 ആകുമ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇസ് ഈക്വൽ ടു ക്യൂ അല്ലേ. ഹീറ്റിൻ്റെ ചേഞ്ച്, കാരണം ഡെൽറ്റ വി 0 ആണ്, ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. ഇതന്നെയാണ് കേസ് വെൻ ദർ ഇസ് ഫോർ എൻ ഐസോകോറിക് പ്രോസസ്. ഫോർ എൻ ഐസോക്ലോറിക് പ്രോസസ് എന്താ? ഡെൽറ്റ വി 0. സോ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ദി ഹീറ്റ് ചേഞ്ച്, അതായത് ഹീറ്റിൻ്റെ ആണ് ഇൻറ്റേർണൽ എനർജി. ദാറ്റ് ഇസ് പിന്നെ അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി heat, അതായത് heat is neither gained nor absorbed. So delta U is equal to W. Change in internal energy is used to do the work. അപ്പം അഡിയബാറ്റിക് പ്രോസസ്സിന് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ഇതാണ് ഓരോ കേസസിൽ. അതായത് ഇഫ് ദ വർക്ക് ഇസ് ഡൺ ഓൺ എക്സ്പാൻഷൻ, ഗ്യാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുന്നത്? ക്യൂ മൈനസ് ഡെൽറ്റ വി ആണ്. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ യു 0 ആണ്. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഡെൽറ്റ വി 0 ആണ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ ക്യൂ 0 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേസസ് വെച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഒരു കുഞ്ഞൊരു പ്രോബ്ലം ഇതിലുള്ള ടെക്സ്റ്റിൽ ചോദിച്ചു തന്നെ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അത് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ, പിന്നെ നമ്മൾ വർക്ക് ഡൺ ഓൺ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. ഇൻ ടേംസ് ഓഫ് വോളിയത്തിൽ ഡിറൈവ് ചെയ്തു, ഇൻ ടേംസ് ഓഫ് പ്രഷറിൽ ഡിറൈവ് ചെയ്തു, സം സ്പെഷ്യൽ കേസസും നമ്മൾ ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഇനി ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. നോട്ട്സ് ഫസ്റ്റ് പാർട്ട് മുതൽ ഈ 3rd പാർട്ട് വരെ ഉള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും കേട്ടോ. ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് മാത്രം ഞാൻ ടൈപ്പ് ചെയ്യാതിരിക്കുക. അതിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിക്ചേഴ്സ് ആണെങ്കിൽ ഇതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ചില നോട്ട്സിൽ നമ്മളവിടെ പെൻഡിങ് വരുന്നത്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നോട്ട്സിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലോഗ് തുടങ്ങണം എന്നൊക്കെ ഉണ്ട്, നടക്കും തോന്നുന്നില്ല. എന്നാലും ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ട്സ് ഉണ്ടാവും കേട്ടോ. ക്വസ്റ്റൻ ഇസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ദാറ്റ് ഇസ് 2 liters ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എറ്റ്. ഇതിൽ ഓരോ ടേമും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ക്വസ്റ്റൻ്റെ വലുപ്പം കണ്ടിട്ട് കുറേ എഴുതാനുണ്ടാവും എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റൻ ആൻഡ് റീഡ് ദ ക്വസ്റ്റൻ. 2 liters ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് പ്രഷർ 10 atm atmosphere expands isothermally. ഓരോ ടേമിനും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പാൻഡ് ഐസോതെർമലി ഇൻ ടു എ വാക്യൂം. അവിടെയും ശ്രദ്ധിക്കണം, വാക്യൂം. ഇൻ ടു എ വാക്യൂം. ഇറ്റ്സ് ടോട്ടൽ വോളിയം ഇസ് 10 liters. How much heat is absorbed and how much work is done on the expansion? എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്, എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ നോക്കുക 2 liters ഓഫ് എൻ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ ഐസോതെർമലി ആകുമ്പം നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഐസോതെർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റേണൽ എനർജി ഇസ് എ ഫാക്ടർ ഓഫ് എന്തിൻ്റെയാണ്? ടെമ്പറേച്ചർ. സോ ഡെൽറ്റ യു വിൽ ബി 0. ഐസോതെർമലി ആകുമ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആണ്. സോ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു നമുക്കറിയാം. ഓക്കെ, ഈ ഡബ്ല്യു ഗ്യാസസിൻ്റെ കേസിൽ നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ആകുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. സോ ക്യൂ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. ഈ ഇക്വേഷനും നമുക്ക് കിട്ടി.
ഇനി നോക്കുക, നമുക്ക് എന്തൊക്കെയാണ് 2 liters of an ideal gas at a pressure 10 volume expands into a vacuum at a total volume 10 liter. അതായത് 2ഉം 10ഉം ആണ്. വെറുതെ എഴുതിക്കോ, വെറുതെ എഴുതാണ്ട് pressure into 10 minus 2. ഓക്കെ, അപ്പം നമുക്ക് ഇനീഷ്യൽ പ്രഷർ അറിയാം. ഇതെന്ത് പ്രഷറാ? എക്സ്റ്റേണൽ പ്രഷർ അല്ലേ, എക്സ്റ്റേണൽ പ്രഷർ. സോ 2 liters of an ideal gas. നമുക്കറിയാം ഫ്രീ എക്സ്പാൻഷൻ, വാക്യൂത്തിൽ നടക്കുന്ന എക്സ്പാൻഷനെ നമ്മൾ എന്താ പറയുക? ഫ്രീ എക്സ്പാൻഷൻ. അവിടെ എന്താണ്? പി എക്സ്റ്റേണൽ 0 ആയിരിക്കും. ഓർമ്മയില്ല? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോതെർമലി ഇൻ ടു എ വാക്യൂം, ദാറ്റ് ഈസ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദി എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ വാക്യൂം. അറ്റ് ദാറ്റ് കേസ് പി എക്സ്റ്റേണൽ ഇസ് 0. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താ? 0 ഇൻറ്റു 10 minus 2. അപ്പം ഹീറ്റ് അബ്സോർബ്ഡ് എത്രയാ? 0. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെ എക്സ്പാൻഷൻ, ഫ്രീ എക്സ്പാൻഷൻ്റെ കേസിൽ എന്താണ്? വാക്യൂം ആണെങ്കിൽ അതെന്താണ്? ഫ്രീ എക്സ്പാൻഷൻ. അറ്റ് ദാറ്റ് കേസ് എക്സ്റ്റേണൽ പ്രഷർ ഇസ് 0. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. ഏറ്റവും സിമ്പിളായിട്ട് ഇതൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയതാ. സോ Q ഇസ് ഈക്വൽ ടു ഹീറ്റ് ഇസ് അബ്സോർബ്ഡ് ആൻഡ് ഹൗ മച്ച് വർക്ക് ഇസ് ഡൺ. ഹീറ്റ് അബ്സോർബ് ചെയ്തത് എത്രയാണ്? 0. എത്ര വർക്ക് ഡൺ ചെയ്യും? No work is done for a reversible and for a irreversible expansion since P external is 0. So W is equal to 0, Q is equal to 0. മനസ്സിലായോ? എന്തൊക്കെ പോയിന്റ്സ് എഴുതണം? ഡെൽറ്റ യു is equal to Q plus W. We know that delta U is equal to 0 in the case of isothermal process. So Q is equal to minus W. നമ്മ ഇവിടെ തന്നെ എഴുതാം, as the gas is expanded or change take place in a vacuum, we know that the work done is 0. എന്തുകൊണ്ടാ? P external is equal to 0. So 0 into delta V. So Q is equal to 0 and W is equal to 0. മനസ്സിലായി? സംഭവം വലിയൊരു ക്വസ്റ്റ്യൻ. ആൻസർ ഏറ്റവും സിമ്പിൾ, ഈ രണ്ട് ടേം ഉണ്ടായാൽ മതി. ഡബ്ല്യു അതായത് ഐസോതെർമലി എന്ന് ആലോചിക്കുമ്പോൾ ഡെൽറ്റ യു 0, വാക്യൂം എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫ്രീ എക്സ്പാൻഷൻ ആണ്, അവിടെയും എന്താണ് 0 വരിക? പി എക്സ്റ്റേണൽ 0 ആണ്. ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ? ദ സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒരു കുഞ്ഞ് ചേഞ്ച് വരുത്തിയെന്നേ ഉള്ളൂ. നോക്കി നോക്കൂ. 2 liters of an ideal gas at pressure 10 atm atmosphere expands isothermally against an external pressure. നേരത്തെ വാക്യൂം എന്നുള്ളത് ഞാൻ മാറ്റി. Against an external pressure 1 atmosphere. Its total volume is 10 liter. How much heat is absorbed? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് എഴുതുക? Delta U is equal to Q plus W. Internal energy will be 0 for an isothermal process. So Q is equal to minus W. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഹീറ്റ് ആണ്. അപ്പോൾ Q is equal to W എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ്. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പി ഡെൽറ്റ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറയുന്നത് V2 മൈനസ് V1 ആണ്. പി എന്ന് പറയുന്നത് 1 atmosphere ഇൻറ്റു V2 എന്ന് പറയുന്നത് 10 മൈനസ് 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 atmosphere. ദ ഹീറ്റ് അബ്സോർബ്ഡ് Q is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? 8 liter atmosphere. അതായത് നമ്മൾ പ്രഷറും വോളിയം ഉള്ളതുകൊണ്ട് 8 liter atmosphere. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഇതിലൊരു കുഞ്ഞു ചേഞ്ചും കൂടെ വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. നേരത്തെ ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ച്. 2 liters of an ideal gas at pressure 10 atm isothermally against an external pressure of 1 atm. Its total volume is 10 liters. It is conducted reversibly. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഹീറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആൻസർ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നോക്കാതെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇക്വേഷനിൽ ഒരു മാറ്റമേ ഉള്ളൂ, അത് റിവേഴ്സിബിളി എന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര വെച്ച് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻതാൽപ്പി എടുക്കാം. ഞാൻ മാക്സിമം സ്പീഡിൽ ഓടാൻ ശ്രമിക്കുക കേട്ടോ. മനസ്സിലാവാത്ത കാര്യം കമൻസിലൊക്കെ ഇട്ടോളൂ. പിന്നെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ, ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് വായിക്കാതെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. എടുത്ത ക്ലാസ് കഴിഞ്ഞ് ടെക്സ്റ്റ് വായിക്കുക. ഇത് തന്നെ പഠിച്ചാൽ മതി. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലിട്ടോളൂ. താങ്ക് യു.